ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബിഗിനേഴ്സിന് ചെയ്യാവുന്ന ഒരു ഹെവി ആയിട്ടുള്ള ബീഡ് വർക്ക് എംബ്രോയ്ഡറി എങ്ങനെയാണ് ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ സ്ലീവ് എൻഡിൽ വരുന്നൊരു വർക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാറ്റേൺ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. സ്ലീവ് എൻഡിൻ്റെ വണ്ണം എത്രയാണോ ആ ഒരു മെഷർമെൻറ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിലാണ് പിന്നീട് ബീഡ് വർക്ക് ചെയ്തു പോകേണ്ടത്. ആദ്യം നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആരിയുടെ അയൺ നീഡിലാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാത്തവർക്ക് ട്യുലിപ്പിൻ്റെ 23 അല്ലെങ്കിൽ 24 സൈസിലുള്ള നീഡിൽ എടുക്കാവുന്നതാണ്. ഈ നീഡിലാകുമ്പോൾ നമുക്ക് ഒറ്റ തവണ 15 ബീഡ്സിൽ കൂടുതൽ ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം. അത്രയും സമയം ലാഭിക്കാൻ പറ്റും. അതേസമയം ട്യുലിപ്പിൻ്റെ നീഡിൽ നമുക്ക് 4-5 ബീഡ്സ് മാത്രമേ ഒരു തവണ ലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ ലെയറിൽ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആദ്യത്തെ ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ലെയറിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇതാദ്യം ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റോൺ ചെയിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇങ്ങനെ ഗ്ലൂ ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് ഒട്ടിച്ചതിന് ശേഷം പിന്നീട് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്തായാലും ഇത് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ടും ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചിലാണ് ഈ സ്റ്റോൺ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റോൺസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത ലെയറിൽ ആദ്യം ചെയ്ത പോലെ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോ സ്റ്റിച്ചിലും 2 ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ഇങ്ങനെ വലിയ റൗണ്ട് ബീഡ് ഉപയോഗിച്ചിട്ട് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത് വീണ്ടും ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ബീഡും സ്റ്റോൺസും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് ഷുഗർ ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും റൗണ്ട് ബീഡും ഷുഗർ ബീഡ്സും വരുന്ന ഓരോ ലെയർ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും നമുക്ക് സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ആദ്യം ചെയ്തതിനേക്കാളും കുറച്ച് വലിയ സൈസിലുള്ള സ്റ്റോൺ ചെയിനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റോൺസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോണിന് മുന്നേ ചെയ്തിട്ടുള്ള അത്രയും ലെയേഴ്സ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് എത്രത്തോളം ഹെവി ആയിട്ടാണോ നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് വേറെ ടൈപ്പിലുള്ള ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോൺസോ ഉപയോഗിച്ചിട്ട് വേറെ ലെയറും ചെയ്യാം. അല്ലെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഈ സെയിം വർക്ക് തന്നെ നമുക്ക് നെക്കിലും ചെയ്യാം. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിലും ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ലെയറിൻ്റെ ഒരു ബ്രൈഡൽ ബ്ലൗസൊക്കെ നല്ല ഹെവി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെയേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക.